ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ അവസാന ഭാഗങ്ങൾ വരെ ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ സർവശക്തനായിരിക്കുന്ന ക്രിസ്തു അമേ ഈ തിരുവചനത്തിലൂടെ എന്നോട് സംസാരിച്ച എന്നെ ശക്തീകരിക്കുവാൻ, എന്നെ ബലപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. 3-ാമത്തെ വാക്യം, അമേൻ. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിര ഉളവാക്കുന്നത് എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധമാകുന്ന പരീക്ഷകളുടെ നടുവിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ആമേൻ. ഈ പരീക്ഷയുടെ നടുവിൽ നമ്മൾ അകപ്പെട്ട ജീവിതത്തിൽ ഉയർച്ച എന്തെന്ന് കാണുവാൻ കഴിയാതെ ഓരോ ദിവസവും കണ്ണുനീർ വാർത്തുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരീക്ഷകളിൽ അകപ്പെടാറുണ്ട്. ആ പരീക്ഷകൾ ഞാൻ ദൈവസന്നിധിയിൽ നിന്നാണെന്ന് പറയുന്ന ചിലരുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കൊണ്ട് പിശാചി എന്നെ പരീക്ഷിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നാം സ്വയം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ആമേൻ. ഞാൻ പരീക്ഷിക്കപ്പെടുന്നത് എന്തിലൂടെയാണ്? എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവാശ്രയമില്ലാതെ ചെയ്യപ്പെടുന്നതായ ഓരോ പ്രവൃത്തികളിലൂടെ ഞാൻ തന്നെയാണ് സ്വയം ആമേൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇത് വരുത്തി വയ്ക്കുന്നത് നാം തന്നെയാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ തിരുവചനം ചിന്തിക്കപ്പെടുമ്പോൾ ആമേൻ ഈ പരീക്ഷകളെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറണം. ആമേൻ. ആ പ്രാർത്ഥനയോടുകൂടെ ഇവിടം വിട്ട് കടന്നു പോകുവാൻ സർവശക്തനായിരിക്കുന്ന നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഓരോ ദിവസവും ഓരോ സമയങ്ങളിലും ആമേൻ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരുകളെ കുറിച്ച് മാത്രം നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. ഇന്നത്തെ പ്രഭാതം മുതൽ ഈ വൈകുന്നത് വരെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണ് എങ്കിൽ ഈ വൈകുന്നേര സമയം വരെയും നമ്മൾ ദൈവസന്നിധിയിൽ ആമേൻ ആമേൻ സന്തോഷിക്കാതെ കണ്ണുനീരോടുകൂടെ നമ്മൾ വേദനയോടുകൂടെ ആയിരുന്നവരാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ കടഭാരം. ആമേൻ. 2, എന്റെ കുടുംബത്തെ ഓർത്തുള്ളതായ ഭാരം. 3, എന്റെ ജീവിതത്തിൽ ജോലികളില്ല എന്ന വേദന. ആമേൻ. 4, മക്കളെ ഓർത്തുള്ളതായ ഭാരം. 5, ആമേൻ എനിക്ക് ഒന്നുമില്ല എന്ന സങ്കടം. ഹല്ലേലൂയ. ഈ വിധ വേദനകൾ എന്റെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം ഈ സമയം വരെ എന്റെ മനസ്സിനെ അലട്ടി വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതായ ഈ പരീക്ഷകൾ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഞാൻ അനുഭവിച്ചു വരുന്നു. ആമേൻ. ഒരു പരീക്ഷ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വേദന എന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഈ വേദന എങ്ങനെ വന്നു എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം. ആമേൻ. ഈ വേദന എങ്ങനെ വന്നു എന്ന് ഒന്ന് നമ്മൾ ചിന്തിച്ചതിനു ശേഷം വീണ്ടും ആ വേദന വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആമേൻ ആ വേദന എന്റെ ജീവിതത്തിൽ വീണ്ടും കടന്നു വരികയില്ല. ആമേൻ. പക്ഷേ എന്റെ ജീവിതത്തിൽ ഈ വേദനയുണ്ട് എന്ന് കരുതിയിട്ട് പലപ്പോഴും അതേ തെറ്റിലേക്ക് അല്ലെങ്കിൽ അതേ അവസ്ഥയിലേക്ക് ഞാൻ മാറപ്പെടുമ്പോൾ ഈ വേദന ആമേൻ എന്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെയും എന്നെ പിന്തുടർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ കർത്താവിനാലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ആരും ഒരിക്കലും പറയാതിരിക്കുക. ആമേൻ. അതിന്റെ 6-ാം വാക്യത്തിൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തീരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളെ ഒക്കെയും അസ്ഥിരൻ ആകുന്നു. ഹല്ലേലൂയ.
ദൈവസന്നിധിയിൽ നമ്മളിപ്പോഴായിരിക്കുന്നു. നമ്മൾ പലവിധമാകുന്ന പരീക്ഷകളിൽ അകപ്പെട്ട ഈ പരീക്ഷകളിൽ നിന്നൊരു വിടുതൽ വേണമെന്ന ചിന്തയോടുകൂടെയാണ് ഈ രാത്രി ദൈവസന്നിധിയിൽ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പരീക്ഷ എന്റെ ജീവിതത്തിൽ മാറണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന ഒരു വേദന അല്ലെങ്കിൽ ബോധം വന്നിട്ടാണ് ഈ സന്ധ്യാസമയം ദൈവസന്നിധിയിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പരീക്ഷിക്കപ്പെട്ടത് ആമേൻ ആമേൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തി വെച്ച വേദനകളാണ്. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നു. പക്ഷേ ഇരുമനസ്സോടുകൂടെയാണ് നമ്മളിപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഞാൻ എന്തായാലും ഒന്ന് ചെന്ന് പ്രാർത്ഥിച്ചു നോക്കാം. 60 ദിവസത്തെ ഉപവാസം നടക്കയല്ലേ? ഈ 60 ദിവസത്തെ ഉപവാസത്തിൽ ചിലപ്പോഴെനിക്ക് വിടുതൽ കിട്ടിയാലോ? ആമേൻ. ചിലപ്പോൾ ഈ 60 ദിവസം കഴിയുന്നതിന് മുൻപ് എനിക്ക് വിടുതൽ കിട്ടിയാലോ? ആമേൻ. സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുൻപിൽ വിടുതൽ കിട്ടിയാലോ എന്നല്ല, എനിക്ക് വിടുതൽ കിട്ടിയെന്ന വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിപ്പേൻ. ആമേൻ. കിട്ടിയാലോ കാറ്റടിച്ചലയുന്ന തിരമാലയ്ക്ക് തുല്യൻ. അവിടെ നിന്ന് ഇങ്ങോട്ടും വരും, ഇവിടെ നിന്ന് അങ്ങോട്ടും പോകും. ആമേൻ. വിശ്വാസത്തോടുകൂടെ ഞാൻ ദൈവസന്നിധിയിൽ അങ്ങ് വരും. ദൈവത്തിന്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനകളെല്ലാം ഞാൻ ദിനംപ്രതി നടത്തും. പക്ഷേ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു, കഴിഞ്ഞ 25 ദിവസ രാത്രികളിലും പ്രാർത്ഥിച്ചു. പക്ഷേ ആ ദൈവം പ്രാർത്ഥന കേട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനി ആ പള്ളിക്കകത്ത് പോയി കയറത്തുമില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മെ തന്നെ നമ്മളൊന്ന് ശോധന ചെയ്യുക. ഞാൻ പരീക്ഷിക്കപ്പെട്ടത് ആ കർത്താവിനാലാണോ? ഇല്ല. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന വരുത്തി വെച്ചത് ഞാൻ തന്നെയാണ്. ആമേൻ. ഞാൻ തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഈ വേദനകൾ വരുത്തി വെച്ചത്. ആമേൻ. കർത്താവ് സർവശക്തൻ ആരെയും പരീക്ഷിക്കുന്നവനല്ല. ആമേൻ. ആരും കണ്ണുനീരിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനുമല്ല. ആമേൻ. ഞാൻ വേദന അനുഭവിക്കുന്നു എങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ തന്നെ വരുത്തി വെച്ച വേദനയിലൂടെയാണ് ഇന്ന് ഞാൻ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നത്. ഈ കണ്ണുനീര് മാറുവാൻ ദൈവസന്നിധിയിൽ ഉപവാസത്തിന്റെ 26ാം രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കാറ്റടിച്ച് ഉലയുന്നതായ മനസ്സിനെ പോലെയല്ല ഞാൻ വരുത്തി വെച്ചതായ വേദന എന്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ മാറ്റപ്പെടുമെന്ന വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ യാചിക്കുവേൻ. ഹല്ലേലൂയ. യാചിക്കപ്പെടുമ്പോൾ നാം വരുത്തി വെച്ചതായ വേദനകൾ എന്റെ ജീവിതത്തിൽ ഇനിയും വരാതെ വണ്ണം സൽബുദ്ധിയെ സർവശക്തനായിരിക്കുന്ന ദൈവം എനിക്ക് തരികയും വിവേകത്തിന്റെ ആത്മാവിലൂടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് കഴിയുകയും ചെയ്യും. ആമേൻ. ഇരുമനസ്സോടുകൂടെ ആയിരിക്കുന്നു ഇങ്ങനെയുള്ളവർ. ആമേൻ ആമേൻ. കർത്താവിൽ നിന്ന് വല്ലത് ലഭിക്കുമെന്ന് നിരൂപിക്കുന്നു. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ. ആമേൻ. ദൈവത്തെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെച്ചതായ ഈ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ ഹല്ലേലൂയ ദൈവത്തെ മുറുകെ പിടിക്കുക. സർവശക്തനായിരിക്കുന്ന യേശുവിനെ മുറുകെ പിടിക്കുക. യേശുവിനെ മുറുകെ പിടിക്കുക. യേശുവിനെ മുറുകെ പിടിക്കുക. യേശുവേ, എന്റെ ജീവിതത്തിൽ നിന്ന് ഈ വേദനകളെല്ലാം നീ മാറ്റിത്തരണമേ. ഹല്ലേലൂയ. മാറ്റിത്തരണമേ. അപ്പോൾ നാം ചോദിക്കുകയാണ്, എന്ത് വേദനയാണ് ഞാൻ വരുത്തി വച്ചത്? ആമേൻ. എന്ത് വേദനയാണ് ഞാൻ വരുത്തി വച്ചത്? ജീവിതത്തിൽ നമുക്ക് കടഭാരമുള്ളവരാണ് നമ്മളെല്ലാവരും. ഈ കടഭാരം വരുത്തി വെച്ചത് ആരാണ്? ആരാണ് വരുത്തി വെച്ചത്? ആരാണ്? കർത്താവല്ല നമുക്ക് കടഭാരം വരുത്തിയത്. നമ്മൾ തന്നെയാണ് ഈ കടഭാരം വരുത്തി വെച്ചത്. എന്നിട്ട് കർത്താവിനെ പഴിചാരും. ആമേൻ.
ദൈവമേ, ഈ പരീക്ഷ എനിക്ക് എന്തിന്? ഹല്ലേലൂയ. ദൈവമേ, നീ എന്നാലും ഈ കടക്കുഴിയിൽ എന്നെ കൊണ്ടിട്ടല്ലോ. ഓ, എന്നെ നീ വിടുവിക്കുവാൻ നിനക്ക് കണ്ണില്ലേ? ഞാൻ ഇത്രയും വേദന അനുഭവിക്കുന്നത് നീ കാണുന്നില്ലേ? ദൈവത്തിന്റെ മുൻപിൽ ആമേൻ ദൈവത്തെ കുറ്റം പറയുന്ന ജനം, ദൈവത്തെ കുറ്റം പറയുന്ന ജനം. ഹല്ലേലൂയ. ഈ കടം ഞാൻ വരുത്തി വച്ചതാ, ദൈവത്തെ പരിഹസിക്കാനല്ല. ആമേൻ. ദൈവത്തിന്റെ മുൻപിൽ കുറ്റം പറയുവാനുമായിട്ടാ നാം ഇനി ഒരുങ്ങരുത്. ഹല്ലേലൂയ. ഞാൻ എന്റെ അറിവില്ലായ്മയിൽ വരുത്തി വച്ചതായ ഈ കടഭാരം എന്റെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ കർത്താവിന്റെ മുൻപിൽ എളിമപ്പെട്ട, ഓ കർത്താവിന്റെ മുമ്പിൽ സാഷ്ടാംഗം മുട്ടുകുത്തി, ഓ നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തി വച്ച ഈ കടഭാരം മാറുവാൻ കർത്താവിന്റെ മുൻപിൽ നിലവിളിക്കുക, യാചിക്കുക, കരയുക, എളിമപ്പെടുക. അപ്പോൾ ആ കർത്താവ് നീതി സൂര്യനെ പോലെ ഉദിച്ച നിന്റെ മേൽ പ്രകാശിക്കും. ആ പ്രകാശം നിന്റെ ജീവിതത്തിൽ ഈ കടഭാരം മാറ്റുവാൻ തക്കവണ്ണം നീ ചെയ്യുന്നതായ ഉപജീവനത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച സമൃദ്ധിയുടെ വഴിയിലേക്ക് എത്തുമ്പോൾ നീ ചെയ്യുന്നതായ ആ ഉപജീവനത്തിലൂടെ ഈ കടഭാരങ്ങളെ തീർക്കുവാൻ തക്കവണ്ണം സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു വഴിയെ നിനക്ക് തുറന്നു തരും. ആമേൻ. ഇന്നു മുതൽ കടം അനുഭവിക്കുന്ന വ്യക്തികൾ ഹല്ലേലൂയ പറയരുത്, ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടിട്ടാണ് ഈ കടം അനുഭവിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടിട്ട വീണ്ടും നമ്മൾ കടഭാരമെല്ലാം തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ കടഭാരം തീരുവാൻ ഇന്ന് ഒരു എളുപ്പ വഴിയുണ്ട്. ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നടക്കണം, കടഭാരം തീരാൻ വേണ്ടി. ആമേൻ. ഞാനും എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അധ്വാനിക്കാനായിട്ടുള്ള മനസ്സില്ല, കുറുക്കു വഴികളിലൂടെ നേടുവാൻ പോകും. അവൻ ചിലർ എന്റെ അടുത്ത് വന്ന് പറയും, അച്ഛോ ഞാൻ ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ട്, അടിക്കണം, എങ്കിൽ അച്ഛന്റെ പള്ളി ഞാൻ ഫുള്ള പണി തരാം, ബാക്കി എനിക്ക് മതി. 12 കോടി അടിച്ചാൽ എനിക്ക് പള്ളിയേക്ക് എത്ര വേണം? ഹല്ലേലൂയ. ആമേൻ. ബാക്കി 11 കോടി അവരെ പോക്കറ്റ് ഇരിക്കട്ടെ എന്ന്. അപ്പൊ 1 കോടിയൊന്നും വേണ്ട പള്ളി വയ്ക്കാൻ. ഹല്ലേലൂയ. ആമേൻ. പറയുന്നു, എന്നാലും ദൈവത്തെ അവിടെ കൂട്ടുപിടിക്കുകയാണ്. എനിക്ക് ഈ ലോട്ടറി അടിക്കണം, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ ലോട്ടറി കിട്ടിയാൽ അച്ഛന് സൗജന്യമായിട്ട് ഞാൻ എല്ലാം ചെയ്തു തരും. സത്യത്തിന് നിന്റെ കയ്യിലിരിക്കുന്ന പൈസ പോണതല്ലാതെ ഇത് അടിക്കുമെന്ന് വിചാരിക്കണ്ട. ആമേൻ. പക്ഷെ നമുക്ക് തൽക്കാലം ഒരു സമാധാനം കിട്ടും. ലോട്ടറി കുലുക്കുന്നത് വരെ, ആ പേപ്പറിന്റെ ഷീറ്റ് ഒന്ന് കാണുന്നത് വരെ എന്താണ്, ഓ 12 കോടി രൂപയുടെ സ്വപ്നവും കണ്ടങ്ങ് മലന്നങ്ങ് കിടക്കും. ഹല്ലേലൂയ. നേരം വെളുക്കുമ്പോൾ ലോട്ടറി ഇരുന്നിടത്ത് ആമേൻ ഇല്ല. ആമേൻ. പിന്നെ അന്ന് മുതൽ കർത്താവിനെ പരീക്ഷിക്കും. കർത്താവേ, ഞാൻ ഇത്രയും ലോട്ടറി എടുത്തിട്ട് ഒരെണ്ണം പോലും അടിച്ചില്ലല്ലോ. നമ്മൾ ലോട്ടറി എടുത്തത് ഒരു ചാക്കിനകത്ത് കുത്തിക്കെട്ടി വെച്ചിട്ട് അവസാനം ഒന്ന് എണ്ണി നോക്കണം. ആമേൻ. ഇത്രയും കാലം ലോട്ടറി എടുത്തൊന്ന് എണ്ണി നോക്കിയാൽ ഏകദേശം 1 കോടി രൂപയ്ക്ക് എടുത്ത് കാണും. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയാം, രാവിലെ മുതൽ വൈകുന്നത് വരെ പണി ചെയ്തിട്ട 900 രൂപ 1000 രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ അറിയാം. ആമേൻ. ഒരു ദിവസം അധ്വാനിക്കും, ഒരു മാസം അവൻ ഇപ്പൊ എത്രായിരം രൂപയ്ക്ക് ലോട്ടറി എടുത്തിരിക്കും. ഹല്ലേലൂയ. ചില മാസങ്ങൾക്ക്, ചില വർഷത്തിന് മുൻപ് ഞാൻ ഒരു വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിന് അവനൊരു പ്രത്യേക റൂമുണ്ട്. ആ റൂമിനകത്ത് അവിടെയായി ലോട്ടറി ടിക്കറ്റുകൾ കിടക്കുകയാണ്. ഈ ലോട്ടറി ടിക്കറ്റുകളെല്ലാം ഞാൻ ചോദിച്ചു, നിനക്ക് ലോട്ടറി കച്ചവടം വല്ലതും ഉണ്ടോ എന്ന് വിട്ട്. അപ്പൊ പറഞ്ഞില്ല, എനിക്ക് ലോട്ടറി കച്ചവടം ഒന്നുമില്ല. അച്ഛൻ, ഇത് ഞാൻ വല്ലപ്പോഴൊക്കെ എടുക്കണയാണ്. അച്ഛൻ ആ മൂലയിലോട്ട് നോക്കണം, 2.5 ചാക്ക് കുത്തി കെട്ടി വെച്ചിരിക്കണം. ആമേൻ. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ഈ എടുത്തതിന് നീ ഒന്ന് എണ്ണി നോക്കി എത്ര രൂപയ്ക്ക് എടുത്തെന്ന്. ഹല്ലേലൂയ. 13 ലക്ഷം രൂപയ്ക്ക് എടുത്തു പോലും. ഹല്ലേലൂയ. ആമേൻ. വല്ല പ്രയോജനവുമുണ്ടോ? ഇല്ല. കാരണം മനുഷ്യൻ കുറുക്കു വഴികൾ അന്വേഷിക്കുന്നു. താൻ വരുത്തി വെച്ചതായ ഈ വേദനകൾ മാറുവാൻ അവൻ കുറുക്കു വഴികൾ അന്വേഷിച്ചിട്ട് ദൈവസന്നിധിയിൽ നേർച്ചകൾ നേർന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല.
ഹല്ലേലൂയ. നീ വരുത്തി വച്ചതായ വേദന, ആമേൻ, എന്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ ഒരു ശോധനയായി മാറണം. ആമേൻ. അത് നിന്റെ അറിവിനെ ഒന്ന് ഉണർത്തുന്നതായിരിക്കണം. ആ അറിവിനെ ഉണർത്തുമ്പോഴാണ്, ആമേൻ, പിന്നത്തേതിൽ നിന്റെ ജീവിതത്തിൽ കടഭാരം വരാതെ അവൻ സൂക്ഷിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഒരു കൂട്ടം ജനമുണ്ട്, ആമേൻ, കടം വാങ്ങിച്ചു അവൻ ഒരിക്കൽ മുടിഞ്ഞതിനു ശേഷം എന്ത് ചെയ്യും? കർത്താവിന്റെ മുൻപിൽ അവൻ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരും. ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം അവിടെ എത്തും. കടഭാരങ്ങളെല്ലാം തീറും, ഇരിക്കുമ്പോൾ അവന്റെ മനസ്സിനകത്ത് വല്ലാത്തൊരാഗ്രഹം, ആമേൻ, മറ്റവന്റെ ഭവനം നോക്ക, എന്റെ ഭവനം ഇനി ഇങ്ങനെ ഇരുന്നാൽ പോരാ, ടൈലാണ്, ഒന്ന് ഇടിച്ചു പൊട്ടിച്ചിട്ടൊന്ന് മാർബിൾ ഇട്ടേക്കാം. പിന്നും വായിക്കും അവൻ കടം. അവന്റെ ജന്മത്ത കടത്തീരെയില്ല. സ്വസ്ഥമായിട്ട് ആ വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ആഡംബരമാകുന്ന ജീവിതത്തിന് വേണ്ടി ഉള്ള വസ്തുവിനെ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുവയ്ക്കും. 20 ലക്ഷം 30 ലക്ഷം രൂപ ലോൺ എടുക്കും. ആഡംബരമായിട്ടൊരു വീട് വയ്ക്കും. ആ വീട് വെച്ച് 6 മാസം കഴിയുന്നതിന് മുമ്പ് ആ ബാങ്കുകാർ ആ വീടിനെയും കൊണ്ടുപോകും. ആമേൻ. നേരത്തെ അവന് സ്വന്തമായിട്ട് വസ്തുവെങ്കിലും ഉണ്ടായിരുന്നു. ഒരു കൂരെയെങ്കിലും വെച്ച് കെട്ടിക്കിടന്നാൽ സമാധാനത്തിലിരിക്കാം. ഹല്ലേലൂയ. അപ്പോഴും പഴി ആർക്കാണ്? ദൈവത്തിനാണ്. ആമേൻ. അവൻ ലോൺ എടുത്തതല്ല കുറ്റം, അവൻ അടയ്ക്കാതിരുന്നപ്പോൾ ബാങ്കുകാരെ പള്ളു വിളിച്ചുകൊണ്ട് നടക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയാണ് ഈ രാത്രി നിങ്ങളോടുകൂടെ പറയുന്നത്. ആമേൻ. ആമേൻ. ഈ രാത്രിയിൽ കടഭാരത്തിന്റെ നടുവിലായിരിക്കുന്ന ദൈവ മക്കളെ, ഞാൻ വരുത്തി വച്ച ഈ വേദന എന്റെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുൻപിൽ യാചനയോട്, കണ്ണുനീരോട് എളിമപ്പെട്ടിട്ട് നീ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഇതിൽ നിന്നും വിടുതൽ തരുവാൻ യേശുവിന് കഴിയും. ആമേൻ. വീണ്ടും നീ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, ആമേൻ, ആ പരീക്ഷയിൽ ചെന്ന് വിടാതിരിക്കുവാൻ തക്കവണ്ണം ഉണർന്നിരുന്ന് നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മൾ കടഭാരത്തിന്റെ നടുവിലിരിക്കും. എവിടെന്നെങ്കിലും കുറച്ച് കാശ് കയ്യിൽ കിട്ടിയാ അത് തീരാതെ അവന് ഉറക്കവും വരൂല. ആമേൻ. അവന് തീരാതെ ഉറക്കം വരൂല. ആമേൻ. 10,000 രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും? 11,000 രൂപ അവൻ ചെലവാക്കും. 1000 രൂപ പിന്നെ കടം. ഹല്ലേലൂയ. ദൈവം നിനക്ക് വഴികളെ തുറന്നു തരും. കടഭാരത്തിന്റെ നടുവിലിരിക്കുമ്പോൾ കർത്താവ് നിനക്ക് വഴികളെ തുറന്നു തരും. നിന്റെ കയ്യിൽ ഒരല്പ സമ്പത്ത് തന്നിട്ട് ഇവൻ ആ കടഭാരം തീർക്കുമോ എന്ന് അവൻ നമ്മെ പരീക്ഷിക്കും. ആമേൻ. അല്പം കിട്ടി, അവൻ കടഭാരം തീർത്തില്ല, ദൂർത്തടിച്ചു തീർത്തു. രണ്ടാമതും കിട്ടി, അവൻ ദൂർത്തടിച്ചു തീർത്തു. ആ കർത്താവ് നിന്റെ കയ്യിൽ പിന്നെ സമ്പത്ത് വരാതെ വണ്ണം അതിനെ തടുത്തു നിർത്തും. കാരണം എന്തുകൊണ്ടാ? നിന്റെ കയ്യിൽ സമ്പത്ത് വന്നാൽ നീ ദൂർത്തനായി തീരുമെന്ന് കരുതിയിട്ടാണ് ഇന്നും കടഭാരം തീരുവാൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കടഭാരം മാറാത്തത്. ഹല്ലേലൂയ. ആമേൻ. മാറണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു, എളിമപ്പെടുന്നു. കർത്താവ് സമ്പത്ത് തരും. ബുദ്ധിപൂർവം ചിന്തിച്ച നീ കടം തീർക്കുവാൻ തുടങ്ങിയാൽ നിന്റെ കയ്യിൽ സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. അതാ നിന്റെ കടഭാരം തീരുന്നത് വരെ നിനക്ക് സമ്പത്ത് വരും. ആമേൻ. അതിനുശേഷം കർത്താവ് നിന്റെ ജീവിതത്തിൽ ഉപജീവനത്തിനുള്ള ഒരു വഴിയെ അനുഗ്രഹിച്ചു തരും. ആ വഴിയിലൂടെ നീ മുൻപോട്ട് പോകുമ്പോൾ ദേശത്തിൽ ശ്രേഷ്ഠനായി മാറും. കടഭാരത്തിന്റെ നടുവിൽ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തതായ ജനത്തിന്റെ മുൻപിൽ നീ ശ്രേഷ്ഠനായി മാറ്റപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന്, സമ്പത്ത് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. നിനക്ക് സമ്പത്ത് വർദ്ധിച്ചാൽ നീ എന്ത് ചെയ്യരുത്? അതിൽ മനസ്സ് വയ്ക്കരുത്. നീ സമ്പന്നനാണെന്ന് തോന്നലുണ്ടാകരുത്. ഹല്ലേലൂയ. ആമേൻ. 9-ാം വാക്യത്തിൽ, എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ
ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും അവൻ പ്രശംസിക്കട്ടെ. ആമേൻ. സൂര്യൻ ഉഷ്ണക്കാറ്റേറ്റിട്ട് ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂ തീർന്നു അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നത്തിൽ വാടിപ്പോകും. ഹല്ലേലൂയ. സമ്പത്തുള്ളവനെന്ന് കരുതിയിട്ട് അഹങ്കരിക്കരുത്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഈ സമ്പത്ത് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവന്റെ ജീവിതം ആമേൻ കുപ്പകൂനമാകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഹല്ലേലൂയ. സമ്പത്ത് നിന്നെ വിടുവിക്കുമെന്ന് കരുതരുത്. സമ്പത്ത് നിന്നെ രക്ഷിക്കുമെന്ന് കരുതരുത്. സമ്പത്ത് ദേശത്തിൽ ഉയർത്തുമെന്ന് കരുതരുത്. ഈ സമ്പത്ത് നിനക്ക് നാശമായി തീരും. ഹല്ലേലൂയ. ആമേൻ. സമ്പത്ത് ധാരാളം ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങൾ എന്ന് കൊന്നെന്ന് കേട്ടാ മതി. ഹല്ലേലൂയ. ധാരാളമായി ഉണ്ടാക്കി വയ്ക്കുക. ഇന്നത്തെ അപ്പനും അമ്മയും രാപ്പകൽ അധ്വാനിച്ച് അവർ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ മക്കളുടെ ഭാവി നന്നായിരിക്കണമെന്ന് കരുതി മക്കൾ അധ്വാനവും പഠിപ്പിക്കാതെ ആമേൻ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞയച്ച് സമ്പത്ത് കുരുവി കൂട്ടി വയ്ക്കുന്നത് പോലെ കൂട്ടിവെച്ച് അവരെ സമ്പന്നരാക്കി തീർക്കും. ഹല്ലേലൂയ. ആ സമ്പത്ത് പെട്ടെന്ന് കൈക്കലാക്കുവാൻ വേണ്ടി അപ്പന്റെ അമ്മയുടെ ആയുസ് തീരുന്നതിന് മുൻപേ ആ മക്കൾ അവരെ കൊന്നിരിക്കും. ഹല്ലേലൂയ. അല്ല എങ്കിൽ അവർ വാർദ്ധക്യത്തിലെത്തുമ്പോ അവർ സന്തോഷത്തിന് ടൂർ പോകാമെന്ന് വിളിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടിട്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, സർവശക്തനായിരിക്കുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ ഞാൻ അധ്വാനിക്കുന്നതിന്റെ അധ്വാന ഫലം നമ്മൾ തന്നെ അനുഭവിച്ചില്ല എങ്കിൽ വരുന്നൊരു തലമുറയെ നമ്മൾ നശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അധ്വാനിക്കുന്നുവെങ്കിൽ അധ്വാനത്തിന്റെ ഫലം നമ്മൾ ഭക്ഷിക്കണം. വേണ്ട, നിനക്ക് ദൈവം ദാനമായി മക്കളെ തന്നുവെങ്കിൽ അവർക്ക് ഏതറ്റം വരെ പഠിക്കുവാനായി കഴിയുന്നുവോ ആ അറ്റം വരെ അവർക്ക് വിദ്യാഭ്യാസം നൽകി ആമേൻ ഉപജീവനത്തിനുള്ള വഴിയെ തുറന്നു കൊടുക്കുക. അവർക്ക് വേണ്ടി മക്കൾ മാതാപിതാക്കൾ സമ്പത്ത് സ്വരൂപിച്ചു വച്ചാൽ ആ സമ്പത്ത് നാശമായി തീരും. ഹല്ലേലൂയ. നിന്നെ ആ സമ്പത്ത് രക്ഷിക്കുമെന്ന് കരുതിയാൽ ആ സമ്പത്ത് കണ്ണുനീരിലാഴ്ത്തും. ഹല്ലേലൂയ. പക്ഷേ ആ സമ്പത്ത് അനുഗ്രഹമായി തീരണമെങ്കിൽ നീ ധനവാനെന്ന് തോന്നലുണ്ടായിരിക്കരുത്. എളിമപ്പെടുക. ദൈവമേ, ഈ സമ്പത്ത് നീ തന്നതല്ലോ, ഈ സമ്പത്തിനെ നീ കാത്തു സൂക്ഷിച്ച എന്റെയും എന്റെ മക്കളുടെയും ജീവിതത്തിന് ഇത് അനുഗ്രഹമാക്കി തരയണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവ സന്നിധിയിൽ നിലവിളിയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ മക്കൾ ധൂർത്തന്മാരല്ലാതെയായി മാറ്റപ്പെടും. ആ സമ്പത്തിനെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ട് ആമേൻ വേദനപ്പെടുന്നവർക്ക് ഒരാശ്രയമായി തീർക്കുന്നതായ വ്യക്തിയുമായി തീരും. ഹല്ലേലൂയ. ആമേൻ. ചില ദിവസത്തിന് മുൻപ് എന്നെ ഒരാൾ ഫോൺ ചെയ്യുകയാണ്. അച്ഛോ, ഞാൻ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ആമേൻ. അച്ഛന്റെ ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ കണ്ടു, വാട്സപ്പിലൂടെ ഞാൻ കണ്ടു. ആമേൻ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കൊറോണ വന്നത് മൂലം ആമേൻ എന്റെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നഷ്ടമായിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായി ഞാൻ ബിസിനസ് കരാർ ഉറപ്പിച്ച് വച്ചിരുന്നതാണ്. ആമേൻ. ഇപ്പോഴെനിക്ക് അത് ചെയ്യുവാൻ പറ്റുന്നില്ല. അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഈ ബിസിനസ് നടക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നതില് ഒരംശം, 10% എനിക്ക് തരാം. ആമേൻ. 10% എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 25 കോടി വരും. ഹല്ലേലൂയ. ആമേൻ. കാരണം എന്തുകൊണ്ട് അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ 4 സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1% ഞാൻ അച്ഛനും തരും. ഹല്ലേലൂയ. നടന്നാലേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. നടന്നാലേ കിട്ടത്തുള്ളൂ. ആമേൻ. അവർക്കും പ്രതീക്ഷയില്ല ഇത് നടക്കുമോ ഇല്ലയോ. അച്ഛൻ വേണമെങ്കിൽ പ്രാർത്ഥിക്കുക. ആമേൻ. എന്റെ പ്രാർത്ഥന കൊണ്ട് എന്തില്ല, ഒരു ഫലവുമില്ല. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കും, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന സർവശക്തനായിരിക്കുന്ന ക്രിസ്തു അവൻ അനുഗ്രഹമായി അവന്റെ മേൽ അയക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം?
പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിച്ചാൽ അത് കിട്ടത്തില്ല. ആമേൻ. ആവശ്യക്കാരനും എവിടെ ആയിരിക്കണം? ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തണം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് ഏകദേശം ഇവിടെ ഒരു 10-75 പേര് പ്രാർത്ഥനയ്ക്കായിട്ട് പേരുകൾ തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് പേര് തരുമ്പോഴേ ഞാൻ അവരടുത്ത് ഞാൻ പറയും, ആമേൻ, ഈ ഉപവാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല, എനിക്ക് 6 മണി തൊട്ട് 7:45, 8 മണി വരെ ആരാധനയുണ്ട്. ഈ ആരാധനയിൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് വേണമെങ്കിൽ പറയാം, ആമേൻ, അച്ചോ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ഒരു മണി ഓർഡർ നിങ്ങൾ എനിക്ക് അയച്ചു തരാം, ഞാൻ പ്രാർത്ഥിച്ചു തരാം. ഹല്ലേലൂയ. ഒരു പ്രയോജനവുമില്ല. ആ സമ്പത്ത് കൊണ്ട് ആ പാസ്റ്റർ നശിക്കണതല്ലാതെ അവന്റെ കുടുംബമോ അവന്റെ ജീവിതമോ രക്ഷപ്പെടൂല. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ട്? ദൈവത്തിൽ വിശ്വസിക്കേണ്ടതായ ഒരു ജനതയെ ആര് നശിപ്പിക്കുന്നു? ആ പാസ്റ്റർ തന്നെയാണ് നശിപ്പിക്കുന്നത്. ആരം? ഒരു കൂട്ടം ജനതകൾക്ക് ഒരു ചിന്തയുണ്ട്, സമ്പത്ത് നൽകിയാൽ അവൻ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിടുതൽ കിട്ടും. പക്ഷേ സമ്പത്തുള്ളവൻ എന്ത് ചെയ്യും? അവൻ പ്രാർത്ഥിക്കുവാൻ ശീലമില്ലാത്തവനായി ആര് മാറ്റുന്നു? ഈ പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ, ഉപദേശി തന്നെയാണ് അവനെ മാറ്റുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്നോട് പറഞ്ഞവരോടല്ല ഞാൻ പറഞ്ഞത്, 6 മണി തൊട്ട് 8 മണി വരെ നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണമെങ്കിൽ. രണ്ടാമത്, ആ ആലയത്തിനകത്ത് കുറെ ജനങ്ങൾ വരും. ഈ പേരുകൾ വായിക്കുമ്പോൾ അവരെല്ലാ പേരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. ഹല്ലേലൂയ. നിനക്ക് സമ്പത്തുണ്ടെന്ന് കരുതിയാൽ തെറ്റിപ്പോയി. ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ജീവനെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. കാരണം ജീവന്റെ ഉടയവൻ ആരാ? സർവശക്തനായിരിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിന് വില കൊടുത്തു വാങ്ങുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് പലപ്പോഴും ഈ മനുഷ്യൻ സമ്പത്തുണ്ടാക്കിയിട്ട് കർത്താവിനെ വരെ വില പറഞ്ഞേനെ. ആമേൻ. നിനക്ക് ഞാൻ ഇത്ര സമ്പത്ത് തരാം, ഈ ജീവനെ ഇനി തിരിച്ചുതാ, കുറെ കാലം കൂടെ ഞാൻ ജീവിക്കട്ടെ, അഹങ്കാരികളായി മാറ്റപ്പെട്ടേനെ. സമ്പത്ത് നിന്റെ ജീവിതത്തിൽ ഒന്നും നേടിത്തരത്തില്ല, അത് നാശമായി തീരുകയുള്ളൂ. കാരണം എന്തുകൊണ്ട്? ആ സമ്പത്ത് എനിക്ക് സ്വസ്ഥത തരില്ല, സമാധാനവും തരില്ല, ഉറക്കവും തരില്ല. എന്നെ നഷ്ടപ്പെടുത്തുന്ന ഒന്നത്രേ സമ്പത്ത്. ഹല്ലേലൂയ. പിശാചിനെ 20 പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പേര് സമ്പത്ത്, സമ്പത്ത്, സമ്പത്ത്. പക്ഷേ കർത്താവ് പറയുന്നു, നീ ആ സമ്പത്തിൽ മനസ്സ് വെക്കാതിരുന്നാൽ സമ്പത്ത് ഒരു മനുഷ്യനും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം അതിനെ ഞാൻ നിന്റെ ഭവനത്തിൽ ഉയർത്തിത്തരും. വിഗ്രഹാരാധനയുടെ ഗണത്തിൽ സമ്പത്ത് പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ അധികമായി നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് പിശാച് അല്ലെങ്കിൽ വിഗ്രഹാരാധനയുടെ നടുവിൽ മാറ്റപ്പെടുന്നു. ഹല്ലേലൂയ. സൂര്യൻ ഉഷ്ണക്കാറ്റേറ്റിട്ട് ചൂട് തട്ടി പുല്ല് ഉണങ്ങുന്നത് പോലെ, പൂവ് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നത് പോലെ ധനവാന്റെ പ്രയത്നങ്ങളും വാടിപ്പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെങ്കിൽ എന്താ? എങ്ങനെയായിരിക്കണം? എളിമപ്പെടണം, എളിമപ്പെടണം, എളിമപ്പെടണം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മളിപ്പോൾ ചെയ്യുന്നതായ അധ്വാന ഫലം എന്തുകൊണ്ടാണ് നമുക്ക് ഉയർച്ചയിൽ വരാത്തത്? കടഭാരം തീരാത്തത്? സമ്പന്നനായി മാറ്റപ്പെടുവാൻ കഴിയാത്തത്? ഞാൻ എളിമപ്പെടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട്. ആമേൻ. ഒരു പുല്ലിന്റെ മേൽ സൂര്യൻ ഉദിച്ചാൽ അത് വാടി പോകുന്നത് പോലുള്ള സമയം മതി എന്റെ സമ്പത്ത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഇനി ആരും പറയരുത്
ഞാൻ ദൈവത്താൽ അവൻ കടഭാരം വന്നത് ദൈവത്താലാണെന്ന് ആരും പറയരുത്. നമ്മൾ വരുത്തി വെച്ച വിനയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കടഭാരം. ഇത് മാറണമെങ്കിൽ എളിമപ്പെടുക, പ്രാർത്ഥിക്കുക, ദൈവത്തോടുകൂടെ യാചിക്കുക. കർത്താവ് ഉപജീവനത്തിന്റെ വഴികളെ നിനക്ക് തുറന്നു തരും. ഹല്ലേലൂയ. 1-2 വർഷത്തിനു മുൻപ് ഒരു ക്യാൻസർ സെന്ററിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ അലവിലെല്ലാം ഇങ്ങനെ പഞ്ഞിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഡോക്ടർ അവനോട് ഡ്രസ് ചെയ്യാനായി വന്നു. ആ പഞ്ഞി എടുക്കുമ്പോ ഈ ഭാഗം അത്ര വലിയൊരു ഹോളാണ്. ഹല്ലേലൂയ. പുഴുവെല്ലാം ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. പുഴുവൊക്കെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, അച്ചോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ചോ. ഞാൻ ഇവിടെ നിന്ന് എണീക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വേല ചെയ്യും. ഹല്ലേലൂയ. അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കാണാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഉള്ള സുഹൃത്തുക്കളെ കൂടി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. ആമേൻ. ആ വീട്ടിലുള്ളവർ പറയുന്നത്, എൻ്റെ മകൻ രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ചുണ്ടിന്റെ ഇടയിലൊക്കെ കുത്തി കയറ്റിയപ്പോ ആലോചിച്ചില്ല. വായ്ക്കകത്ത് തൊള്ള നിറയെ അവൻ മദ്യമെടുത്ത് ഒഴിച്ചപ്പോഴും അവൻ അറിഞ്ഞില്ല. വീടി വലിച്ചു കയറ്റിയപ്പോഴും അവൻ അറിഞ്ഞില്ല. മുറുക്കാൻ ചവച്ച് തീർത്തപ്പോഴും അവൻ അറിഞ്ഞില്ല. ആമേൻ. എനിക്കിതെല്ലാം വരുമെന്ന്. ഹല്ലേലൂയ. വേദനയുടെ നടുവിൽ കടന്ന് വിളിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല. ആമേൻ. ഒരു പ്രയോജനവുമില്ല. നിലവിളിച്ചിട്ട് സൗഖ്യമാകുമെന്ന് കരുതുകയും വേണ്ട. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ട്? പലപ്പോഴും വചനം കേട്ടു, മറ്റുള്ളവർ പലപ്പോഴും ഉപദേശിച്ചു, നീ ഇത് ചെയ്യരുത്, നിനക്ക് രോഗം വരും. ഹല്ലേലൂയ. ആമേൻ. ചിന്തിച്ചില്ല. ദൈവവചനം കേട്ടിട്ട് മാനസാന്തരപ്പെട്ടില്ല. ആമേൻ. വചനം കേട്ടപ്പോൾ കരുതി, 2 ദിവസം കൂടെ ഉപയോഗിച്ചിട്ട് അങ്ങ് നിർത്താം. ആമേൻ. ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ അത് നിർത്തുക. നാളത്തെ ദിവസത്തിൽ അതല്ലെങ്കിൽ വലിയ വേദനയായി മാറും. ഹല്ലേലൂയ. അന്ന് നമ്മൾ പറയരുത്, അയ്യോ ദൈവമേ, ഈ രോഗം തന്ന് നീ എന്നെ പരീക്ഷിച്ചത് എന്തിന്? ദൈവത്തോട് കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പഠിക്കുന്നത്. നീ നിലവിളിച്ചാൽ നിന്റെ നിലവിളി കേൾക്കാത്തവനെ പോലെ ഞാനായിരിക്കും. ആമേൻ. നീ യാചിച്ചാൽ നിന്റെ യാചനകൾക്ക് ഞാൻ ചെവി അടച്ചു കളയും. നിന്റെ കണ്ണുനീർ കാണാതെ വണ്ണം ഞാൻ എന്റെ മുഖത്തെ മറയ്ക്കും. ഹല്ലേലൂയ. ഈ തിരുവചനം ആമേൻ, ആമേൻ ഇന്ന് കേൾക്കപ്പെടുമ്പോൾ മദ്യവും മയക്കുമരുന്നുകളും ദുശീലങ്ങളും നീ മാറ്റിയില്ല എങ്കിൽ നാളത്തെ ദിവസത്തിൽ വരുന്ന വേദനയെ ഓർത്ത് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ പരീക്ഷിക്കപ്പെട്ടത് ദൈവത്താലാണെന്ന് പറയുകയും ചെയ്യരുത്. ഞാൻ വരുത്തി വച്ച വിന അത്രേ ഇത്. ഹല്ലേലൂയ. പക്ഷേ നീ തിരുവചനം കേൾക്കാത്തവനായിരിക്കട്ടെ, യേശുവിനെ വിശ്വസിക്കാത്തവനായിരിക്കട്ടെ, പക്ഷേ ആ യേശുവിന്റെ മഹത്വം നീ മനസ്സിലാക്കിയിട്ട നിന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ ക്രിസ്തുവിനെ അറിയാത്തവൻ രോഗത്തിന്റെ ഭാഗത്തിൽ കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ചാൽ ഏത് മാറാ രോഗവും യേശുവിന്റെ നാമത്തിൽ മാറും. ഏതു തീരാവ്യാധികളും യേശുവിന്റെ നാമത്തിൽ മാറും. ആമേൻ. രണ്ടാമതായി, ഇന്ന് ഇപ്പോൾ വരുന്നതായ ശോധന, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവായി മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ രോഗത്തിന്റെ അവസ്ഥകൾ ഇന്ന് നിനക്ക് തിരിച്ചറിവായി മാറണം. ഞാൻ മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം. ഞാൻ ചെയ്ത പ്രവൃത്തികളിലൂടെ വന്നതാണ് ഈ രോഗം. യേശുവേ, ആമേൻ, എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ എന്ന മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നീതി സൂര്യൻ അവന്റെ മേൽ ഉദിക്കും. ദിവ്യ പ്രകാശം കൊണ്ട് അവന്റെ ശരീരത്തിന്റെ മേലിരിക്കുന്ന രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ മാറും. യേശുവിന്റെ നാമത്തിൽ മാറും. യേശുവിന്റെ നാമത്തിൽ മാറും. ഹല്ലേലൂയ. നമ്മുടെ ഈ പരിസരത്ത് തന്നെ ചില വ്യക്തികളുണ്ട്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല.
ആമേൻ. കാലിന്റെ ഭാഗത്തിൽ ഒരു മുള്ളുകൊണ്ടു. ആമേൻ. കണങ്കാലിന്റെ ഭാഗത്തിൽ ഒരു മുള്ളുകൊണ്ടു. മുകളിലോട്ട് പഴുക്കുവാൻ തുടങ്ങി. ഏകദേശം 10 വർഷത്തിനകത്ത് ചികിത്സയായി. കണങ്കാലിൽ കൊണ്ടതായ മുള്ള് ഏകദേശം മുട്ടിന്റെ മുകൾ ഭാഗം വരെ പുണ്ണ, ഈ ഒരു ഭാഗം മുഴുവനും അഴുകിയ അവസ്ഥ എത്തിക്കഴിഞ്ഞു. അവസാനത്തെ സമയം, ആമേൻ, ഞാൻ അപ്പോഴും പള്ളിയിൽ ഇരിക്കുന്ന സമയം, ഹല്ലേലൂയ, ഒരാൾ എന്നോട് വന്ന് പറയുകയാണ്, അച്ഛോ ഇങ്ങനെ ഒരാളുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം. കാരണം അവസാനത്തെ പിന്നത്തെ ഘട്ടം എന്ന് പറയുന്നത് കാല് മുറിച്ചു മാറ്റണം. എല്ലുവരെ കാണുവാൻ തുടങ്ങി. ആ വീട്ടിൽ ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ആമേൻ. പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ വിടുവിക്കും. ആമേൻ. ഇത്ര പറഞ്ഞു. 2 വാക്ക് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഏകദേശം 10 വർഷം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് തൊലി വെട്ടി തെലുവെട്ടി, ആമേൻ, അതെന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാത്ത ആ ഡോക്ടേഴ്സ്, ഹല്ലേലൂയ, അതിന്റെ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിൽ തൊലി വെട്ടി ട്രീറ്റ്മെന്റ്, ആമേൻ, അത് കണ്ടുപിടിക്കുമ്പോൾ അത് എന്ത് വൈറസ് ആണെന്നും എന്ത് രോഗമാണെന്നും കണ്ടുപിടിക്കുവാൻ ഇടയായി. അതിന്റെ അടുത്ത ദിവസം മുതൽ ട്രീറ്റ്മെന്റ് ചെയ്തു. കാല് മുറിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഇന്നും ആ മനുഷ്യൻ ഇതിലേക്കൂടി നടന്നു പോകും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു? ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യൻ യേശുവിനെ അറിഞ്ഞിട്ട് മുട്ടിന്മേൽ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്ന ഒരു വിടുതൽ, ആ വിടുതൽ എന്ന് പറയുന്നത് ആർക്കും സങ്കല്പിക്കുവാൻ കഴിയാത്തത്. 2, ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ ആയിരുന്നു. ദൈവസന്നിധിയിൽ രോഗങ്ങൾ വന്നപ്പോൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒരു തിരിച്ചറിവിൻ്റെതായിരിക്കണം. എങ്ങനെ? എളിമപ്പെടുവാനും മനസ്സു പുതുക്കുവാനും രൂപാന്തരപ്പെടുവാനും നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും വരുന്നതായ ശോധന, രോഗം നിന്നെ നശിപ്പിക്കുവാനായിട്ടായിരിക്കും. ഹല്ലേലൂയ. 1, 2, 3, 4, 5 പ്രാവശ്യങ്ങളിൽ ശോധന ജീവിതത്തിൽ കടന്നു വരും. കർത്താവിൽ നിന്നും രൂപാന്തരം പ്രാപിക്കുവാൻ വേണ്ടി അവസ്ഥകൾ കടന്നു വരും. പക്ഷേ അവൻ രൂപാന്തരപ്പെട്ടില്ല എങ്കിൽ അടുത്ത അവന്റെ ആ രോഗത്തിൽ തന്നെ അവൻ നശിച്ചു പോകുവാൻ ഇടയായി തീരുന്നു. ഹല്ലേലൂയ. ആമേൻ. സൂര്യൻ ഉദിച്ചു പൊങ്ങി പുഷ്പത്തിന്റെ മേൽ, ഭംഗിയുള്ളതായ പൂവിന്റെ മേൽ ആ സൂര്യൻ ഒന്ന് അടിച്ചപ്പോൾ ആ പുഷ്പം അരിഞ്ഞു വാടി അതിന്റെ രൂപഭംഗി നഷ്ടപ്പെട്ടു പോയതുപോലെ ദൈവത്തിന്റെ സൃഷ്ടി, ആമേൻ, ആമേൻ, ദൈവത്തിന്റെ കണ്ണ് എന്റെ മേൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ആമേൻ, ശേഷിപ്പുകൾ നഷ്ടപ്പെട്ട ഒന്നിനും കൊള്ളാത്തവനായി ഞാൻ ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. സൂര്യൻ അടിച്ചു, ആമേൻ, പുഷ്പം പോലെ വിരിഞ്ഞ് ശോഭിച്ചു നിന്നതായ നാം ഓരോരുത്തരും ഇന്നിതാ അതിന്റെ രൂപഭംഗി നഷ്ടപ്പെട്ട, ആമേൻ, ഇതാ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ രൂപഭംഗി വേണമെങ്കിൽ ഏത് സൂര്യൻ, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ശരി, എന്റെ ജീവിതത്തിൽ, ആമേൻ, ആ പുഷ്പം വെയിലത്തും വാടാതെ ശോഭയോടുകൂടെ നിൽക്കുവാൻ, ആമേൻ, നീതി സൂര്യനായിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രകാശം എന്റെ മേൽ കടന്നു വരുവാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക, എളിമപ്പെടുക, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഞാൻ എന്ന ഭാവം നമ്മെ ഓരോരുത്തരെയും നശിപ്പിക്കുകയുള്ളൂ. സമ്പന്നൻ എന്ന ഭാവം സമ്പത്തിലൂടെ നശിപ്പിക്കുകയുള്ളൂ. ഒന്നേ ഒന്ന്, സമ്പത്ത് വർദ്ധിക്കണമോ, ആമേൻ, രൂപഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ ജീവിതം വീണ്ടും തളിർക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക. ആമേൻ. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനകളിൽ നിന്നും വീണ്ടും ഉയർച്ച വരുവാൻ, ആമേൻ, നമുക്ക് കാരണമായി തീരാത്തത് കർത്താവിന്റെ മുൻപിൽ എളിമപ്പെടാത്തത് കൊണ്ട്. ആമേൻ. സമ്പത്ത് കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയില്ല. വിശ്വസിക്കുക, സമ്പത്ത് കൊണ്ട് ഉയർച്ച ഉണ്ടാകുകയില്ല. 2, ഞാൻ എന്ന ഭാവം കൊണ്ട് ഉയർച്ചയുണ്ടാകുകയില്ല. 3, എന്നെ എന്റെ മക്കൾ, ആമേൻ, നോക്കുമെന്ന ചിന്തയും നമുക്ക് വേണ്ട. ആമേൻ. സമ്പത്ത് അനുഗ്രഹിക്കപ്പെടണമോ, എന്റെ മക്കൾ എനിക്ക് അനുഗ്രഹിക്കപ്പെടണമോ, ഞാൻ എന്ന ഭാവം മാറ്റുക. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക.
എളിമപ്പെടുക, മനുഷ്യന്റെ മുഖം നോക്കണ്ട, ദൈവത്തിന്റെ മുഖം നോക്കുക, ആലയത്തിലെ ദിവ്യ പ്രകാശത്തെ നോക്കുക, മുട്ടുകുത്തുക. ഞാൻ എന്ന ഭാവം മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും വഴക്കാളികളാക്കി തീർക്കുകയും ദൈവസന്നിധിയിൽ നിന്നും അകറ്റുവാൻ തക്കവണ്ണം എന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയും ചെയ്യും. നിന്നെ നിന്ദിച്ചാലും ശരി, പരിഹസിച്ചാലും ശരി, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ആമേൻ. ചില ദിവസത്തിൽ എനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ ഒരു സങ്കടം ഞാൻ പറയണ്ട എന്ന് കരുതിയതാണ്. കുറച്ച് ദിവസത്തിന് മുൻപേ ഒരാൾ പറഞ്ഞ ഒരു കാര്യം. അവിടെ ഒരു അച്ഛനുണ്ട്, പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കുന്ന ആളാണ്. പൈസ ഏത് വീട്ടിൽ കൊടുക്കുമോ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇത് ഞാൻ പറയണ്ട എന്ന് കരുതിയതാണ്. എൻ്റെ മനസ്സിനെ അത്രയധികം വേദന, 2 ദിവസം കൊണ്ട് അത്രയധികം വേദനമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഹല്ലേലൂയ. ഒരച്ഛനുണ്ട്, പൈസയ്ക്ക് പ്രാർത്ഥിക്കാൻ നടക്കുന്ന ആളാണ്. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പറഞ്ഞതായിട്ട് ആൾ നന്നായിരിക്കട്ടെ. ഞാൻ അത്രയധികം വേദന ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. കാരണം ഇന്ന് വരെയും ഈ സുവിശേഷയിലെ സമ്പത്തിന് വേണ്ടി ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ പോലും ഞെട്ടിപ്പോകും. നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ഞാൻ ഇന്നും അവന് ഉപവാസമായതുകൊണ്ടാണ് ഞാൻ ഒരു പണിക്കും പോകാത്തത്. ഹല്ലേലൂയ. ഈ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവിനെ അറിയിക്കുക എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ എന്തുകൊണ്ട് നിങ്ങളടുത്ത് പറയുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കാണുമായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സമ്പത്ത് കണ്ട് മടുത്തവനാണ് ഞാൻ. പണം കണ്ട് മടുത്തവൻ, പണം കണ്ടു മടുത്തവൻ, കയ്യിൽ വച്ച് കൊടുത്തു മടുത്തവൻ. ഹല്ലേലൂയ. ഇന്നും 16 ലക്ഷത്തിലധികം രൂപ എനിക്ക് കിട്ടാനുണ്ട്. ഒരു മനുഷ്യനോട് ഞാൻ ചോദിക്കത്തില്ല. ഇന്നും തരുവാനുള്ളവന്റെ മുമ്പിൽ പോയി നിന്ന സുഖമാണോ എന്ന് ചോദിക്കുന്നതല്ലാതെ പണം ഞാൻ ചോദിക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? പണം എന്നെ ഇല്ലാതാക്കിയിരുന്നു, പണം എന്നെ നശിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ഞാൻ ചെയ്യാത്ത പ്രവൃത്തികളൊന്നുമില്ല പണത്തിലൂടെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തിയായി ഞാൻ പറഞ്ഞത്. പണം മനുഷ്യന്റെ ജീവിതത്തിൽ കൊള്ളത്തില്ല. ഹല്ലേലൂയ. ആ പണത്തെ ഉപേക്ഷിച്ചിട്ട ജീവിതത്തിന് പണം വേണം. പക്ഷെ ഇന്ന് വരെ ഞാൻ അതിൽ മനസ്സ് വച്ചിട്ടില്ല. അതിനുശേഷം ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വേദനയുണ്ടായി. പണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കുന്ന ഒരാൾ. അതാണ് ഞാൻ ശക്തിയായി പറഞ്ഞത്. ഈ പണം ഒറ്റ മനുഷ്യനെ രക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ഏറ്റവും ചപ്പും ചവറുമായി ഞാൻ ഇന്ന് എണ്ണുന്ന ഒരു സാധനം. ഹല്ലേലൂയ. ദൈവഭാഗത്തിൽ വന്നപ്പോൾ പലതും കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. പല ഭവനത്തിൽ പോകുമ്പോൾ എനിക്ക് കാണിച്ചു തരാറുണ്ട്. എത്ര രൂപയെന്ന് പോലും ഞാൻ നോക്കാറില്ല, വാങ്ങി പാക്കറ്റില്ല. ചില ഭവനത്തിൽ ചെന്നാൽ വാങ്ങത്തുമില്ല. പണക്കാരന്റെ വീട്ടിൽ പോലും ഹല്ലേലൂയ ഭവനത്തിന്റെ മുൻപിൽ പോകുമ്പോ പറയും, ഇവിടുന്ന് 10 പൈസ വാങ്ങരുത്. ധനവാന്റെ വീട്ടിൽ പോലും ഞാൻ വാങ്ങിക്കാതെ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പണം നശിപ്പിക്കും. ആ അഹങ്കാരം നമ്മെ നശിപ്പിക്കും. കാരണം എന്തുകൊണ്ടാ? പണം കയ്യിൽ വെച്ച് എല്ലാം നേടാമെന്ന് കരുതിയവനാണ് ഞാൻ. ഹല്ലേലൂയ. ആ പണം എന്റെ ജീവിതത്തിൽ ഉയർച്ച തരുന്നുമെന്ന് കരുതി. പക്ഷേ വരുത്തി വെച്ചതോ കേസുകളും വഴക്കുകളും ശണ്ടകളും മാത്രം. ഹല്ലേലൂയ. ആ പണം നശിപ്പിക്കും, നശിപ്പിക്കും. നമ്മെ ഓരോരുത്തരെയും നശിപ്പിക്കും. ഹല്ലേലൂയ. ആ പണത്തിൽ മനസ്സ് വയ്ക്കരുത്. സമ്പന്നനായി ദേശത്തിൽ ഉയരണമെങ്കിൽ കർത്താവിന്റെ മുൻപിൽ എളിമപ്പെടുക. ആ കർത്താവ് നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തണമെങ്കിൽ ഞാൻ എന്ന ഭാവം അകറ്റിക്കളയുക. ഹല്ലേലൂയ. ആമേൻ. 15 വർഷത്തിന് മുമ്പ് എത്ര വണ്ടി ഉണ്ടെന്ന് കേട്ടാൽ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. 15 വർഷത്തിന് മുൻപ് എത്ര വണ്ടി ഉണ്ടെന്ന് കേട്ടാൽ എനിക്കറിയത്തില്ല. എത്ര സുഹൃത്തുക്കൾ ഉണ്ടെന്ന് കേട്ടാൽ അറിയത്തില്ല. പക്ഷെ എത്ര ബാറുകൾ ഉണ്ടെന്ന് കേട്ടാൽ എണ്ണി പറയാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ പണം
നശിപ്പിക്കും. ഞാൻ വരുത്തിവച്ച വിന എനിക്കിന്ന് തിരിച്ചറിവിൻ്റെതായി. അതാണ് ഈ സുവിശേഷം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ അവസാന ഭാഗം വരെ വായിച്ചപ്പോൾ എന്റെ തിരിച്ചറിവിനെയാണ് ഈ രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. ഹല്ലേലൂയ. അന്ന് ഞാൻ വരുത്തിവെച്ച വീണ ഇന്ന് എനിക്ക് സന്തോഷം. കാരണം ആ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ യേശുവിനെ അറിയത്തില്ലായിരുന്നു, യേശുവിനെ ഞാൻ ഇന്ന് സാക്ഷിക്കത്തുമില്ലായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് നിൽക്കുവാൻ പോലും എനിക്ക് കഴിയത്തില്ല. പക്ഷേ അന്ന് എന്റെ ആ പണം, ഞാൻ ധൂർത്തനായിരുന്നു, ചെയ്ത പ്രവർത്തികൾ വേദന വന്നപ്പോൾ ആ കർത്താവിനെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞു. ആ കർത്താവിന്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു, എളിമപ്പെട്ടു, പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ സന്നിധിയിൽ അവന്റെ ആത്മാവിനാൽ എന്നെ ബലപ്പെടുത്തി. ആമേൻ, ആമേൻ. ഒരു ജനതയുടെ മുൻപിൽ സുവിശേഷിപ്പാൻ തക്കവണ്ണം എന്നെ അവൻ ഇന്ന് ഉയർത്തി നിർത്തി എങ്കിൽ ആ പണം നിങ്ങളെയും നശിപ്പിക്കും. ആമേൻ. നിങ്ങൾ ഓരോരുത്തരെയും നശിപ്പിക്കും. ഞാൻ എന്ന ഭാവമുണ്ടോ നമ്മെ നശിപ്പിക്കും. ഹല്ലേലൂയ. പണത്തിൽ മനസ്സ് വയ്ക്കരുത്. ഞാൻ എന്ന ഭാവവും വേണ്ട. കർത്താവിന്റെ മുൻപിൽ എളിമപ്പെടുക. കർത്താവ് നമ്മെ ഇതാ ഉയർത്തുവാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. 12-ാം വാക്യത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ഹല്ലേലൂയ. എനിക്ക് വേണമെങ്കിൽ പറയാം, ഭർത്താവ് ഇത്ര പണം ഉണ്ടായിരുന്നവനാണ് ഞാൻ, നീ എന്നെ പരീക്ഷിച്ചത് എന്തിന്? അതാണ് ഈ ഭാഗത്തിൽ വായിച്ചത്. പരീക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് നീ പറയരുത്. ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷയുടെ നടുവിൽ നാം നീ ജയിച്ചു കൊള്ളാമെന്ന് കണ്ടാൽ ജീവന്റെ കിരീടം നിനക്ക് തരും. ഹല്ലേലൂയ. ആ ജീവന്റെ കിരീടം ആമേൻ കർത്താവ് എന്റെ മേൽ എനിക്ക് തന്നിരിക്കുന്നു എന്ന് എനിക്കിന്ന് പറയുവാനായിട്ട് കഴിയും. കാരണം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ പഴിച്ചാരിയില്ല. ആമേൻ. ഞാൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവമേ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു 10 വർഷക്കാലം. ആമേൻ. 9.5 വർഷം എണ്ണിപ്പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വഴി തന്നു. ആ വഴിയിലൂടെ എന്നെ അവൻ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് എന്റെ കടഭാരങ്ങൾ തീർക്കുവാൻ തക്കവണ്ണം അവൻ എന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചു കർത്താവ് എന്താണ് തന്നേന്ന്. ആമേൻ. ആദ്യമായിട്ട് ചെയ്തത് കല്യാണ വീട്ടിൽ സദ്യ വിളമ്പാൻ പോയി. 75 രൂപ ആദ്യം കിട്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 വർഷം കഴിയുമ്പോൾ ഒരു ദിവസം 2000 രൂപ വാങ്ങുന്ന ശമ്പളക്കാരനായി അവരുടെ നടുവിൽ മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. 100-ലധികം കാറ്ററിംഗ് സർവീസിന് വിളമ്പാനുള്ള ആൾക്കാരുടെ മുൻപിൽ ഒന്നാമനാക്കി. ഒരു ദിവസത്തെ എന്റെ ശമ്പളം 2000 രൂപ. 1,00,000 രൂപ ദിവസ വരുമാനം ഉണ്ടായിരുന്ന ഞാനാണ്. ഹല്ലേലൂയ. ആ 2000 രൂപ വെച്ച് അതിലും കർത്താവിനെ നിർത്തിയില്ല. ഹല്ലേലൂയ. ഒരു കല്യാണം മുഴുവനും കോൺട്രാക്ട് എടുത്ത് നടത്തുവാൻ തക്കവണ്ണം കർത്താവിനെ ഉയർത്തി. അതിലൂടെ ഞാൻ തീർത്തത് ലക്ഷങ്ങളുടെ കടബാധ്യത. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ചോദിക്കും ഇന്നും ചെയ്യുന്നുണ്ട്? ഞാൻ ഇന്നും ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ കേറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട്, പാചകം ചെയ്യുന്നുണ്ട്, വിളമ്പാൻ പോകുന്നുണ്ട്, ആമേൻ, സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. ഹല്ലേലൂയ. ഈ സുവിശേഷം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഹല്ലേലൂയ. ഏത് ജോലി ഉണ്ടെങ്കിലും മനസ്സുമടിയില്ലാതെ ഇന്നും അധ്വാനിക്കുന്നവനാണ് ഞാൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ആമേൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടുവെന്ന് ആരും പറയരുത്. പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെ ഞാൻ പരീക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ സന്നിധിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നീ കൊള്ളാകുന്നവനെന്ന് കണ്ടാൽ ജീവന്റെ കിരീടം അവൻ നിനക്ക് തരും. ആ ജീവന്റെ കിരീടം എന്റെ മേൽ അയക്കപ്പെടുമ്പോൾ ഈ ദേശത്തിലെ ഒരു ശക്തികൾക്കും നിന്നെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. കാരണം ജീവന്റെ കിരീടം അണിയിച്ചവൻ കർത്താവ്. ആ കർത്താവ് നിന്നെ ദേശത്തിലും ഭവനത്തിലും എന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മേ, ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇന്നൊരു ദിവസം പറഞ്ഞു വളരെയധികം വേദനയോടുകൂടെ ഒരു സാക്ഷ്യം ഈ മാസം തീരുന്നതിന് മുൻപ് ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. വരുത്തി വെച്ച കടം ഒരുവന് കൊടുക്കാനുള്ളത് 12,000 രൂപ. അവൻ കൊണ്ട് ചെക്ക് പതിച്ചത് ആമേൻ
2.5 ലക്ഷം രൂപ. വിധി ഇപ്പോ വന്നു. ആമേൻ. 2.25 ലക്ഷം രൂപ അവന് കൊടുക്കണം. ഹല്ലേലൂയ. കളക്ടർ ഓഫീസ് വഴിയൊക്കെ പേപ്പർ ചെയ്തു. 5 സെന്റ് സ്ഥലമുണ്ട് ജപ്തി ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച. അവൻ 2 ആഴ്ചക്ക് മുൻപ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുന്നത് ഇതാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ മാസം അവസാനത്തിനകത്ത് 2.5 ലക്ഷം, അവൻ 2.25 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. ദൈവം പ്രവർത്തിച്ചത് വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എല്ലാവരും വന്നു. ആമേൻ. അവർ പറഞ്ഞത് ബുധനാഴ്ചക്കകത്ത് 15,000 രൂപ നീ കെട്ട, മാസം 1,500 രൂപ ചടച്ചാൽ മതി. ഇതിൽ പരം വലിയ ദൈവം വേറെയില്ല. ഹല്ലേലൂയ. ആമേൻ. ആ സമ്പത്തും തന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. 15,000 രൂപ അടയ്ക്കാനുള്ളത്. അത് ഇവിടെയുള്ള കാണിക്ക പൈസയൊന്നുമില്ല, കടം വാങ്ങിച്ചതാണ്. ഇവിടെ ഉള്ള ആൾക്കാരെ കടം വാങ്ങിച്ചതാണ്. ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ബുധനാഴ്ചയുടെ പണം കിട്ടണം. ഹല്ലേലൂയ. ഇതാണ് സർവശക്തനായിരിക്കുന്ന ദൈവം. ഇതാണ് സർവശക്തനായിരിക്കുന്ന ദൈവം. ആ ദൈവം എന്നെ ഉയർത്തും, ദേശത്തിൽ ഉയർത്തും. നീ കഷ്ടതയുടെ നടുവിൽ കൊള്ളാകുന്നവനെന്ന് കണ്ടാൽ ജീവന്റെ കിരീടം നിന്റെ മേൽ അവൻ അയക്കും. ഹല്ലേലൂയ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുത്തുന്നവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആശ്രയിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ആമേൻ. ആദ്യം മുതൽ പറഞ്ഞു വന്നതിന്റെ സാരാംശം മനസ്സിലായി. ദൈവം ആരെയും പരീക്ഷിക്കുന്നവനല്ല. നമ്മുടെ ഓരോരുത്തരുടെയും മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടിട്ടാണ് ഇപ്പോ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതായ ഈ വേദന. ഹല്ലേലൂയ. ഇന്നു മുതൽ ആരും പറയരുത്, ദൈവത്തെ യേശുവിനെ കുറ്റം പറയരുത്, ഞാൻ യേശുവിനാൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. ഹല്ലേലൂയ. പിശാചിന്റെ മേലും പഴിചാരാൻ പോകരുത്. പരീക്ഷിക്കപ്പെടുന്നത് മുഴുവനും കർത്താവിനാലോ പിശാചിനാലോ അല്ല. ആമേൻ. അതിനേക്കാളും കേടുകെട്ടവനായ നമ്മളിലൂടെയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. നീ പിശാചിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആമേൻ, തക്കം പാർത്തിരിക്കുന്ന പിശാച് നിന്റെ വീട്ടിലും ജീവിതത്തിലും കയറും. ഹല്ലേലൂയ. ഞാൻ പരീക്ഷിക്കപ്പെട്ടത് എന്റെ ജീവിതത്തിന്റെ തിരിച്ചറിവിൻ്റെതാണെന്ന് ഓർക്കുക. ഹല്ലേലൂയ. എന്റെ തിരിച്ചറിവിൻ്റെതാണെന്ന് ഓർക്കുമ്പോൾ ഈ കഷ്ടതകൾ മാറുവാൻ, ജീവന്റെ കിരീടം എനിക്ക് തരുവാൻ സർവശക്തനായിരിക്കുന്ന ക്രിസ്തു എന്റെ മേൽ നീതി സൂര്യനെ അയക്കും. ഹല്ലേലൂയ. 15-ാം വാക്യത്തിൽ മോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിക്കുന്നു. അവൻ പാപം മുഴുത്തിട്ട മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞവരൊക്കെയും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്റെ മോഹത്താലാണ് വേദനപ്പെട്ടത്. ഈ പാപത്തിന്റെ അടിമത്തത്തിലുമായത് എന്റെ മോഹം കൊണ്ടാണ്. ഇന്ന് പാപിയായിരിക്കുന്നതിന്റെ കാരണം എന്റെ മോഹം, ദുർമോഹം കൊണ്ടിട്ടാണ്. ഈ ദുർമോഹം കൊണ്ടിട്ട് ആ പാപം മുഴുത്തിട്ട മരണത്തെ പ്രസവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ നമുക്ക് തോന്നുന്ന ഒരു ദുർബുദ്ധിയാണ്, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും മരിക്കുന്നതാണ് നല്ലതെന്ന്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചവരാണ്. ഇങ്ങനെ കിടന്ന് കണ്ണുനീര് ഒഴുക്കുന്നതിൽ കാര്യമില്ല. ആമേൻ. ദൈവത്തിന്റെ മുൻപിൽ പറയുന്നു, ആമേൻ, മരണത്തെ അല്ല, മരണത്തെ ജയിച്ച ദൈവമുണ്ട്. യേശു കർത്താവ്. ആ യേശു കർത്താവ് എന്നെ രക്ഷിക്കും. എളിമപ്പെടുക, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക. ഞാൻ വരുത്തിവെച്ചതായ വേദന, നമ്മൾ വരുത്തിവെച്ചതായ വേദന നമ്മുടെ ജീവിതത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ മാറും. ആമേൻ. ഈ കഷ്ടതയുടെ നടുവിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ നീ വിശ്വസ്തനാണെന്ന് കർത്താവിന് മനസ്സിലായാൽ ജീവന്റെ കിരീടം തരും. കാറ്റടിച്ചുലയുന്നതായ കടൽമാലയെ പോലെയാണ് എങ്കിൽ ആ കഷ്ടതയിൽ നിന്ന് കര കയറുവാൻ ജീവിതത്തിൽ ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഉയർച്ച കർത്താവിൽ നിന്ന് വരുന്നു. 19-ാം വാക്യത്തിൽ അവസാനം, ആമേൻ. ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവരായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. കോപപ്പെടുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവനീതി അല്ല കോപം.
ദേഷ്യം ദൈവനീതിയല്ല. ശണ്ടയുണ്ടാക്കുന്നതും ദൈവനീതിയല്ല. ഹല്ലേലൂയ. എളിമപ്പെടുക. ഏത് മനുഷ്യനും എളിമപ്പെട്ടാൽ ഭവനം സ്വർഗതുല്യമായി മാറും. ഭവനത്തിൽ താഴ്ചയില്ലാത്തതിന്റെ കാരണം കോപം ഭവനം നരകതുല്യമായി മാറുന്നു. ഹല്ലേലൂയ. ഭവനം സന്തോഷമായി തീരണമെങ്കിൽ ആമേൻ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയുള്ളവനും പറയുവാൻ താമസമുള്ളവനുമായിരിക്കും. ചിലരുണ്ട് എന്തു കേട്ടാലും ചുമ്മാ വിളിച്ചു പറയും. ഒരു മനുഷ്യനെ എത്രത്തോളം പരിഹസിക്കാൻ പറ്റുമോ അത്രത്തോളം വിളിച്ചു പറയും. ആമേൻ. കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കും. നിങ്ങൾ സംസാരിപ്പാൻ താമസമുള്ളവരായിരിക്കും. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരുവന്റെ മനസ്സ് വേദനിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം പറയുവാൻ. ഞാൻ ആരോടെങ്കിലും കയർത്തു സംസാരിച്ചാലോ ദേഷ്യപ്പെട്ടാലോ അവന്റെ മനസ്സ് വേദനിക്കുന്നു എന്ന് ചിന്ത ഉണ്ടെങ്കിൽ അത് പറയരുത്. ദൈവനീതിയല്ല. മക്കളോടായിരുന്നാലും ശരി, ഭർത്താവിനോടായിരുന്നാലും ശരി, ഭാര്യയോടായിരുന്നാലും ശരി, എന്റെ ഭാര്യയ്ക്ക് വേദനയുണ്ടാകുമെങ്കിൽ അത് പറയരുത്. ഭർത്താവിന് വേദനയുണ്ടാകുമെങ്കിൽ അത് പറയരുത്. മക്കൾക്ക് വേദനയുണ്ടാകുമെങ്കിലും അത് പറയരുത്. ദൈവനീതിയെ തിരഞ്ഞെടുക്കുവീൻ. ആമേൻ. കേൾപ്പാൻ വേഗതയുള്ളവരും സംസാരിക്കുവാൻ താമസമുള്ളവരുമായിരിപ്പിൻ. വായ് തുറന്നാൽ എന്താണ്? നമ്മൾ പഴമൊഴി പറയും, പൊരുത്തപ്പെട്ടിയിൽ ഞണ്ട് പിടിച്ചിട്ടാൽ അതെന്ത് ചെയ്യും? ചുമ്മാ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം. വാ തുറന്നാൽ ശകാരവും വഴക്കും മാത്രമേ ഉള്ളൂ. അത് എനിക്ക് സമാധാനം തരത്തില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ കുഴപ്പമാണ് ചുമ്മാ വെറുത്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് ചുമ്മാ ഇങ്ങനെ വായിട്ടടിച്ചിട്ടിരിക്കും. ഹല്ലേലൂയ. എന്റെ മനസ്സ് ശരിയാകണം, ശാന്തമാകണമെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ എളിമപ്പെടുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ രക്ഷിക്കും. ഹല്ലേലൂയ. 21 അവസാന ഭാഗ്യം. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടുകൂടെ കൈക്കൊള്ളുക. ഇന്ന് കേട്ടതായ വചനം സൗമ്യതയോടുകൂടെ നിങ്ങൾ കേട്ട ഉൾക്കൊള്ളുന്നു എങ്കിൽ ഈ പരീക്ഷകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. ഹല്ലേലൂയ. കടഭാരം മാറും, രോഗങ്ങൾ മാറും, ഷണ്ടകൾ മാറും. ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട് സൗമ്യതയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. 23 അവസാന ഭാഗം. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നു, ആളോടാകുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ടു താൻ ഇന്ന രൂപമെന്നായിരിക്കുന്നു എന്ന് ആമേൻ ഉടനെ മറന്നും പോകുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചനം കേട്ടിട്ട നമ്മൾ മനഃപൂർവം മനഃപൂർവമാകുന്ന വിടുതൽ വേണ്ടി പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ ഈ വചനം കേട്ടിട്ട കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നമ്മൾ മാറിയാൽ നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ മുഖം സ്വന്തമായിട്ട് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവര് ഒരു രൂപം അറിയാം, എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുമെന്ന ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ. ഈ വചനം കേട്ടിട്ട് ആമേൻ ഇങ്ങനെ പോയാൽ രക്ഷിക്കുമെന്ന സങ്കല്പം മാത്രമേ നമുക്കുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. രക്ഷിക്കുമെന്ന സങ്കല്പം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദൈവം രക്ഷിക്കുന്നു, വിടുവിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം എനിക്കുണ്ട്. കാറ്റടിച്ചുലയുന്ന തിരമാലയെ പോലെ രക്ഷ കിട്ടുമോ ഇല്ലയോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം കേട്ട് എളിമപ്പെടുവാൻ കഴിഞ്ഞാൽ ഈ വചനം ഇന്ന് സകലർക്കും രക്ഷയായി തീരും. ഹല്ലേലൂയ. 26 വാക്യത്തിൽ നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കണിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് തന്റെ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ